ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ കഥീസ് വേൾഡ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയണത് കൊടൈക്കനാൽ ട്രിപ്പാണ് കേട്ടോ. ഞങ്ങൾ കൊടൈക്കനാൽ പോവാണ്. അപ്പോൾ ഇപ്പം ഞങ്ങൾ ട്രാവലറിലാണ് എത്തി. ഇപ്പോൾ കാറിൽ ഞങ്ങൾ എറണാകുളത്ത് നിന്ന് തൃശ്ശൂർ വരെ വന്നു കേട്ടോ. വൺ വൺ അവർ എടുത്തു എത്താൻ. അപ്പോൾ ഇപ്പം ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. തമിഴ്നാട് എത്തിക്കഴിഞ്ഞപ്പോൾ കുറേ വിൻമിൽസ് കൂട്ടം കൂടി കാണുന്നുണ്ട് കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു. വിൻമിൽ കണ്ട് കണ്ട് മടുത്തു. അതുപോലെയായിരുന്നു, കുറേ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ. കുറേ ഉണ്ടായിരുന്നു കൂട്ടം കൂടി വലിയതും. നമ്മൾ ഫ്രണ്ടിലത്തെ വ്യൂ കാരണം ഭയങ്കര വലിയതായിട്ടും കാണാൻ പറ്റി കേട്ടോ. നോക്ക്, കണ്ടോ, നല്ല വലിയതായിട്ട് കാണാൻ പറ്റി. അടുത്ത് തന്നെ അതുകൊണ്ടാണ് ഇത്ര വലിയതായിട്ട് കാണാൻ പറ്റിയത്. നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു. കുറേ വിൻമിൽ കൂട്ടം കൂടി കാണാനും. കണ്ടോ, കുഞ്ഞു കുഞ്ഞു ഫാർ അവേന്ന് കാണുമ്പോൾ കുഞ്ഞു കുഞ്ഞിതായിട്ട് കാണും. പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ കുറേ മലകൾ കണ്ടു. കൊടൈക്കനാൽ എത്താറായപ്പോൾ ആ സമയത്താണ് കേട്ടോ ഞങ്ങൾ കുറേ മലകളും അങ്ങനെയെല്ലാം കണ്ടത്. പിന്നെ ഞങ്ങൾ ജസ്റ്റ് തമിഴ്നാട് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ കയറി കേട്ടോ. രാവിലത്തെ ഫുഡ് ഒരു 7 o'clock ആ സമയത്ത് ഞങ്ങൾ കഴിക്കാൻ കയറിയെന്നല്ല, ഞങ്ങൾ ഫുഡ് ഉണ്ടായിരുന്നു, ഞങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളത് കഴിച്ചു. പിന്നെ ഇതന്നെ മലകൾ കുറേ കണ്ടു കേട്ടോ. കൊടൈക്കനാലത്ത് നല്ല തണുപ്പ് കോടയെല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. കൊടൈക്കനാൽ എത്താറായപ്പോൾ നല്ല കോടയും മഞ്ഞെല്ലാം ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ കുറേ വളവെല്ലാം ഉണ്ട് കേട്ടോ. നല്ല ഊട്ടിയുടെ നല്ല റോഡെല്ലാം നല്ല രസം. ഊട്ടിയുടെ പോലെയുള്ള റോഡൊന്നും അല്ലായിരുന്നു, നല്ല സ്മൂത്തായിട്ട് പോയി. പക്ഷേ കുറേ കഴിഞ്ഞപ്പോൾ കൊടൈക്കനാൽ എത്താറായപ്പോൾ നല്ല ബ്ലോക്കായിരുന്നു, അനങ്ങാൻ പറ്റില്ല, നല്ല ബ്ലോക്കും. പിന്നെ ഞങ്ങൾ ഈ പോണ വഴിക്ക് ഒരു ചെടി കണ്ടു കേട്ടോ, ഒരു റെഡ് പൂവ്, നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. അവിടെ കണ്ടോ, നല്ല ഭംഗിയുണ്ടായിരുന്നു, ഒരു റെഡ് പൂ കൂട്ടം കൂടി. കണ്ടോ, കുറേ പൂവുണ്ടായതുകൊണ്ടാണ് ഭംഗി. കുറേ റെഡ് കളർ വന്നപ്പോൾ ഗ്രീൻ നല്ല ഇടുപ്പ് കിട്ടിയതുകൊണ്ടാണ് കേട്ടോ നല്ല ഭംഗി. കണ്ടോ, നല്ല രസമുണ്ട്. എനിക്ക് നല്ല ഇഷ്ടമായി. പക്ഷെ പുറത്തിറങ്ങാൻ പറ്റിയില്ല, ബിക്കോസ് കാറുകൾ അല്ലെങ്കിൽ ക്യൂ ആവും. അങ്ങനെ പതുക്കെ മൂവ് ചെയ്യണമല്ലോ ഇപ്പം. അതിനനുസരിച്ച് നല്ല ബ്ലോക്കാണ്. പിന്നെ ഞങ്ങൾ സ്നാക്സ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇപ്പം നിർത്തിയപ്പോൾ ഇങ്ങനെ മലകളെല്ലാം കാണും, നല്ല വ്യൂ കണ്ടു കേട്ടോ. അപ്പം ഞാൻ ഒരു ക്ലിപ്സ് എടുത്തതാണ്. പിന്നെ ഇങ്ങനെ കുറേ മരങ്ങൾ കണ്ടു. അത് പൈൻ ഫോറസ്റ്റാണെന്ന് തോന്നുന്നു, എനിക്ക് ഉറപ്പൊന്നുമില്ല. പൈൻ ഫോറസ്റ്റ് അല്ലാണ്ട് കാണുന്നുണ്ട്. പിന്നെ കുറേ മങ്കികളിനെ കൂട്ടത്തോടെ കണ്ടു. മങ്കി എവിടെ പോയാലും നമ്മൾ മങ്കി വിട്ട് കളിയില്ലല്ലോ. ഏത് സ്ഥലത്ത് ട്രിപ്പ് പോയാലും മങ്കീനെ നമ്മൾ കാണും. എവിടെയും മങ്കി കൂട്ടത്തോടെ കാണാറില്ലെങ്കിലും എവിടെയെങ്കിലും 1-2 നമ്മൾ കാണാറുണ്ട് കേട്ടോ. പിന്നെ ഞങ്ങളിപ്പോൾ ബ്ലോക്ക് ആയതുകൊണ്ട് ഞങ്ങൾ പുറത്തിറങ്ങി നിൽക്കുകയാണ്, വെയിറ്റ് ചെയ്യാണ് ബ്ലോക്ക് മാറാൻ. ബ്ലോക്ക് അവർ പറഞ്ഞതും കിടന്നോളാം, ആൾക്കാരെല്ലാം പറഞ്ഞ് കിടന്നോക്കോ. 2 hour അടുത്ത് ബ്ലോക്കിൽ ഇരിക്കുകയായിരുന്നു. പിന്നെ ഇടയ്ക്ക് ഞങ്ങളെല്ലാവരും കയറിയിട്ട് ഞങ്ങൾ യൂനോ കളിച്ചു. അപ്പോൾ സമയം പോകണ്ടേ, അപ്പോൾ അതിന് വേണ്ടി കളിച്ചു. പിന്നെ കുറേ വാട്ടർഫോൾസ് കണ്ടു. ഇതിൻ്റെ പേര് എനിക്കറിയില്ല. പിന്നെ ഞങ്ങൾ പിന്നെയും കളിച്ചുകൊണ്ടിരിക്കുക. ഞങ്ങൾ കുറേ നേരം കളിച്ചു കേട്ടോ യൂനോ. പിന്നെ ഞങ്ങൾ മടുത്ത് കഴിഞ്ഞപ്പോൾ ഇപ്പം ബ്ലോക്കിൽ കിടക്കാതാണ് അനങ്ങാട്ടത്, വണ്ടി അനങ്ങാട്ടത്. അപ്പം ഞാൻ ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്, എന്താ ചെയ്യേണ്ടതെന്ന് ഞങ്ങൾക്കൊന്നും അറിയില്ല കേട്ടോ. പിന്നെ ഇപ്പം ഞങ്ങൾ നാച്ചുറൽ ഹിസ്റ്ററി മ്യൂസിയമിൽ ഞങ്ങൾ പോവാണ്. അവിടെ എത്തിയപ്പോൾ ഞങ്ങൾ കുറേ ബീറ്റിൽസിനെ കണ്ടു കേട്ടോ. ഇൻസെക്ട്സിനെ കണ്ടു, കുറേ ഇൻസെക്ട്സ്. അതെല്ലാം റിയലാണ് കേട്ടോ. ഇൻസെക്ട്സ്, ആനിമൽസ്, അതെല്ലാം റിയലാണ്. അതിൻ്റെ കണ്ണ് മാത്രമാണ് അവർ ആർട്ടിഫിഷ്യലുള്ളൂ. ബാക്കിയുള്ള എല്ലാം റിയൽ എന്നതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. കണ്ണൊന്നും റിയലായിട്ട് എന്താ വെച്ചാൽ അത് സ്റ്റാച്ചു ആണല്ലോ, റിയലായിട്ട് അനങ്ങുന്നില്ല കേട്ടോ. അതൊരു കാര്യം, അനങ്ങില്ല. പക്ഷെ അത് റിയലാണ്. കുറേ ബേർഡ്സും കുറേ ആനിമൽസും അതെല്ലാം റിയലാണ്. കോയിൽസ് എല്ലാവർക്കും കോയിൽസ് എനിക്ക് റിയലായിട്ട് തോന്നി, പക്ഷേ ബാക്കിയുള്ളൊന്നും റിയലായിട്ട് തോന്നിയില്ല. പക്ഷെ ഇതെല്ലാം റിയലാണ്, ഒന്നും ഫേക്കല്ല, ആർട്ടിഫിഷ്യലല്ല, എല്ലാം റിയൽ തന്നെയാണ് കേട്ടോ. അത് നല്ല ഭംഗിയുണ്ട് കാണാൻ, എനിക്ക് നല്ല ഇഷ്ടമായിട്ടോ. എല്ലാം ഹിസ്റ്ററി, അതിൻ്റെ പേര് തന്നെ ഹിസ്റ്ററി ആയതുകൊണ്ട് പണ്ടത്തെ സാധനങ്ങളെല്ലാം ഇതിലത്തെ കോയിൻസ് കണ്ടതിൽ ചിലത് എൻ്റെ വീട്ടിലുണ്ട്. മീൻസ്
1 or 2 അല്ലാണ്ട് കുറേയൊന്നുമില്ല. പിന്നെ കുറേ സ്റ്റോൺസ് കണ്ടോ വെറൈറ്റി സ്റ്റോൺസ് ഡിഫറെൻറ്റ് കൈൻഡ്സ് ആണ്. അതെല്ലാം നല്ല ഭംഗിയുണ്ടായിരുന്നു. എനിക്ക് നല്ല ഇഷ്ടമായി പക്ഷേ ഞങ്ങൾ കുറേ നേരം അവിടെ നിന്നില്ല കേട്ടോ. പിന്നെ കുറേ ബേർഡ്സിനെ കണ്ടു, സ്കെലട്ടൺ എല്ലാം കണ്ടു കേട്ടോ. ഇതെല്ലാം സ്കിൻ അതിന് ഒട്ടിച്ച് വെച്ചേക്കുന്ന പോലെയായിരുന്നു തോന്നിയേക്കുന്നത് എനിക്ക്. അങ്ങനെ തോന്നിയത്. പക്ഷെ കുറേ നേരം ഞങ്ങളവിടെ നിന്നില്ല കേട്ടോ. എന്ത് വെച്ച് പറഞ്ഞാൽ എനിക്ക് ഊട്ടിയുടെ പോലെ തന്നെയാണ്. ഊട്ടിയിൽ ഞങ്ങൾ അത്ര സ്ഥലങ്ങളൊന്നും ഞങ്ങൾക്ക് കാണാൻ പറ്റിയില്ല കേട്ടോ. എന്താ വെച്ച് പറഞ്ഞാൽ ടൈം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ കുറേ നേരം ഇവിടെയൊന്നും വെയിറ്റ് ചെയ്തില്ല. ഞങ്ങൾ പെട്ടെന്ന് ഞങ്ങൾ വേറെ സ്ഥലങ്ങളിൽ പോയി. കുറേ ബേർഡ്സിനെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ കുറേ ഇങ്ങനെ പേഴ്സും കുറേ തിങ്സ് കണ്ടു, കുറേ പോട്ടും അങ്ങനെയെല്ലാം. പിന്നെ ഞങ്ങൾ കോയിൻസ് എല്ലാം പെട്ടെന്ന് കാണാൻ വേണ്ടിയിട്ട് ഓടിച്ചിട്ട് പെട്ടെന്ന് നോക്കാം കേട്ടോ ഞങ്ങൾ. കുറേ കോയിൻസ് ഉണ്ട്. നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ കുറേ കോയിൻസ്. ഇതും വരച്ച് വെച്ചേക്കണ പോലെയുണ്ട് തോന്നിയത്, അല്ലാണ്ട് റിയലായിട്ട് എനിക്ക് തോന്നിയില്ല. പക്ഷേ ഇതെല്ലാം റിയലാണ്. അതെന്നെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ, എല്ലാം റിയലാണ്. അപ്പോൾ ഞങ്ങളിപ്പോൾ കാറിൽ കയറി. ഇനി ഞങ്ങൾ കൊടൈക്കനാൽ ലേക്കിലോട്ടാണ് പോകുന്നത്. കൊടൈക്കനാൽ ലേക്കിൽ ഞങ്ങൾ സൈക്ലിങ് ചെയ്യണമെന്നുണ്ടായിരുന്നു, പക്ഷേ സൈക്കിൾ ചെയ്യാൻ സമയമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഉണ്ടായിരുന്നില്ലാത്തതുകൊണ്ട് ഞങ്ങളവിടെ ബോട്ടിൽ കയറിയിട്ട് ഞങ്ങൾ വന്നു കേട്ടോ. ഞങ്ങൾ സൈക്ലിങ് ചെയ്തില്ല. ഇതാണ് കേട്ടോ കൊടൈക്കനാലിലേക്ക്. വലിയതാണ്, സൈക്ലിങ് ചെയ്ത് മടുക്കും. അതുകൊണ്ടാണ് ഞങ്ങൾ കയറില്ലാത്ത കേട്ടോ. കുറേ നേരമുണ്ട്. എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു കയറാൻ. ഞങ്ങൾ ബോട്ടിൽ കയറാൻ പോവാണ് കേട്ടോ. ഇവിടെ ഞാൻ പറയണമെന്നൊന്നും കേൾക്കാത്തതുകൊണ്ടാണ് കേട്ടോ വോയിസ് ഓവർ കൊടുക്കുന്നത്. ഞങ്ങളിപ്പോൾ ബോട്ടിൽ കയറി. 20 മിനിറ്റ്സ് ആണ് കേട്ടോ റൈഡ്, 20 മിനിറ്റ്സ് ആണ്. അപ്പോൾ കുറേ കോട മഞ്ഞ് കണ്ടു കേട്ടോ. നല്ല തണുപ്പ് കണ്ടോ. കോട ബാക്കിൽ നമുക്ക് കാണാൻ പറ്റും. നല്ല കോട. ഇത് കുറേ നേരം നിൽക്കാൻ തോന്നി. പക്ഷേ ഇത് പെഡൽ ബോട്ടൊന്നുമല്ല കേട്ടോ ആയത്. അപ്പോൾ അവർ ചെയ്തോളും. അത് നല്ല കോട കണ്ടു, നല്ല തണുപ്പുണ്ടായിരുന്നു. ജാക്കറ്റ് ഇട്ടില്ലാത്ത. പിന്നെ ഞങ്ങളിപ്പം കയറി ബ്രയൻ പാർക്കിൽ പോകാനാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ നല്ല മഴയാണ് കേട്ടോ. നല്ല ബ്രയൻ പാർക്കിൻ്റെ എൻട്രൻസ് കയറി ഞങ്ങൾ സാധനങ്ങൾ വാങ്ങി സമയം കളഞ്ഞുകൊണ്ട് ഇങ്ങനെ കയറാൻ പറ്റില്ല. ബ്രയൻ പാർക്കിൻ്റെ തൊട്ട് ഫ്രണ്ട് എൻട്രൻസ് കയറാൻ പോയപ്പോൾ തന്നെ മഴ തുടങ്ങി. അപ്പോൾ ബ്രയൻ പാർക്കിൽ ഞങ്ങൾ ഇപ്പം ഇനി കയറുന്നില്ല, മഴയായില്ല. അപ്പോൾ ഞങ്ങളിനി റിസോർട്ടിൽ പോവാണ്. അപ്പോൾ നല്ല മഴയാണ് കേട്ടോ, നല്ല മഴയാണ്. അപ്പോൾ ബാഗെല്ലാം വാങ്ങിച്ചു. പിന്നെ ഇനി ഞങ്ങൾ നേരെ പോവാണ്. അപ്പോൾ ബോട്ടിങ് എല്ലാം കഴിഞ്ഞു, നല്ല രസമുണ്ടായിരുന്നു. പിന്നെ കുറേ നേരം കഴിഞ്ഞപ്പോൾ അപ്പം തന്നെ രാത്രിയായി, ഇരുട്ടായിട്ടോ. കുറേ നേരം കഴിഞ്ഞപ്പോൾ നമ്മൾ അവിടെ റിസോർട്ടിൽ എത്താൻ പോയിരുന്നു. അപ്പോൾ കുറേ നേരം ഉറങ്ങി പോയതുകൊണ്ട് സമയമെല്ലാം പോയി. പിന്നെ കുറേ നേരം ഞങ്ങൾ യൂണോ എല്ലാം കളിച്ചു. അങ്ങനെ കുറേ സമയം എല്ലാം പോയി. പിന്നെ ഇനി ഞാൻ പോയിക്കൊണ്ടിരിക്കും. ഇപ്പം എത്തിയിട്ടില്ല കേട്ടോ, ഇനിയും കുറച്ച് നേരം കൂടിയുണ്ട് എത്താൻ. അപ്പോൾ ഇപ്പോൾ എത്തിയതാണ്. ഞങ്ങൾ കുറേ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ സ്ഥലമെല്ലാം മാറി. റിസോർട്ട് ഞങ്ങൾക്ക് ഏത് സ്ഥലവും അറിയില്ലല്ലോ, അതുകൊണ്ട് ഞങ്ങൾ ഫോറസ്റ്റ് അകത്തെല്ലാം കയറി ഇടയ്ക്ക് എല്ലാം കയറാൻ പോയി ഞങ്ങൾ. പിന്നെ ഇപ്പം ഞങ്ങൾ റിസോർട്ടിലെത്തി. ഇതാണ് റിസോർട്ട്. നല്ല രസമുണ്ട്, കുഴപ്പമൊന്നുമില്ല, നല്ല ഭംഗിയുണ്ട്. ഇത് മുമ്പ് ഊട്ടിയിലത്തെ പോലെയൊന്നുമല്ല, നല്ല രസമുണ്ട് കണ്ടോ, നല്ല രസമുണ്ട്. പിന്നെ ഇതാണ് ഉള്ളിൽ ഇത് സോഫ. പിന്നെ ഇപ്പോൾ റിസോർട്ട് എത്തിയിട്ടോ. ഇതാണ് നമ്മുടെ റൂം. ഇവിടെ വലിയൊരു ചെയർ അങ്ങനെയല്ലാണ്ട് ചില സ്ഥലത്ത് TV അല്ലാണ്ട്. അപ്പോൾ നല്ല രസം. ഇപ്പോൾ ഡ്രസ്സ് മാറി കഴിഞ്ഞപ്പോൾ ഒരു റീൽസ് എടുക്കാൻ ഡ്രസ്സ് ചെയ്തതാണ് കേട്ടോ. പക്ഷേ ഇതിൻ്റെ ഒരെണ്ണം ഓൾറെഡി ഇട്ടിട്ടുണ്ടല്ലോ, അതാണ് കേട്ടോ റിയലാണ്. ഇത് വെറുതെ എടുത്തതാണ്. ഫസ്റ്റ് ട്രൈ ഇങ്ങനെയായിരുന്നു. അപ്പോൾ പിന്നെ ഞങ്ങൾ വേറെ സ്ഥലത്ത് പോയിട്ട് അങ്ങനെ എടുത്തതാണ് കേട്ടോ. വേറെ സ്ഥലത്തല്ല, ഇത് റിസോർട്ടിലത്തെ എടുത്തത് സെക്കൻഡ് വണ്ണും. അപ്പോൾ ഇത് വെറുതെ എടുത്തതാണ് കേട്ടോ. ഇപ്പം ജസ്റ്റ് ട്രൈ ചെയ്തതാണ് ഈ ബാക്ക്ഗ്രൗണ്ട്. പക്ഷേ രസമില്ലാത്തതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ ഇട്ടില്ല. അപ്പോൾ ഇതിൻ്റെ കൂടെ ഇടാമെന്ന് വിചാരിച്ചു. പിന്നെ ഞങ്ങൾ യൂനോ കളിച്ചു, കുറേ നേരം യൂനോ കളിച്ചു കേട്ടോ.
ഇപ്പോൾ ഇതേ ഞങ്ങൾ ഹൈഡ് ആൻഡ് സീക്ക് കളിച്ചുകൊണ്ടിരിക്കുക, ഞങ്ങൾ ഒളിച്ചിരിക്കുക. അതുകൊണ്ടാണ് ഇങ്ങനെ പതിയെ പറയുന്നത്. അതുകൊണ്ട് ഒളിച്ചിരിക്കുകയാണ് ഇവിടെ. അപ്പോൾ അപ്പോൾ ഞങ്ങൾ ഹൈഡ് ആൻഡ് സീക്ക് കുറേ നേരം കളിച്ചു. അതുകൊണ്ട് പിന്നെ യൂനോ കളിച്ചു. അങ്ങനെയായിരുന്നു ഇവിടെ സമയം കളഞ്ഞത്. നല്ല രസം, ഞങ്ങൾക്ക് ഇഷ്ടമായി സ്ഥലം. നല്ല നല്ല തണുപ്പുണ്ട് കേട്ടോ. അതുകൊണ്ട് ഞങ്ങൾ ജാക്കറ്റ് ഞാൻ കുറച്ച് ഇപ്പം ഞങ്ങൾ ഇട്ടില്ലായിരുന്നു ജാക്കറ്റ്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ഇട്ടു. പിന്നെ തിരിച്ചു പറഞ്ഞാൽ അത്ര തണുപ്പായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞു കേട്ടോ. ഫുഡ് കഴിച്ച് കഴിഞ്ഞു. ഇപ്പോൾ ഇതേ ഞങ്ങൾ എല്ലാം കഴിഞ്ഞു. ഇപ്പോൾ 12 ഏകദേശം 12 AM ആയ അടുത്ത ദിവസമായ. ഇപ്പം ഞങ്ങൾ ഉറങ്ങിയിട്ടില്ല. അപ്പോൾ ദേ പുറത്ത് ഞങ്ങൾ ഇരുന്നിട്ട് ഇങ്ങനെ കുറേ ടൂറിനെ പറ്റി പറയലും അങ്ങനെ എല്ലാവർക്കും മൈക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് ഉണ്ടാകാം കേട്ടോ. അപ്പോൾ ഞങ്ങൾ മൈക്ക് കൊണ്ട് ഞങ്ങളെല്ലാവർക്കും ചാൻസ് കൊടുത്ത് ഇങ്ങനെ ടൂറിനെ കുറിച്ച് പറയാൻ അങ്ങനെ എല്ലാവരും ക്യാമ്പ് ഫയർ ഉണ്ടായിരുന്നില്ല ഈ പ്രാവശ്യം. അപ്പോൾ എന്ത് ചെയ്യും, ഞങ്ങളിങ്ങനെ കുറേ നേരം ഇങ്ങനെ സംസാരിക്കുമായിരുന്നു. കുറേ നേരം എടുത്തു കേട്ടോ. ഞങ്ങൾ ഉറങ്ങാൻ ഒരു 1 o'clock ആയപ്പോൾ ഞങ്ങൾ ഉറങ്ങിയത്. 1 AM ആയപ്പോൾ. പിന്നെ ഞങ്ങൾ 7:30 എണിച്ചു കേട്ടോ. രാവിലെ എണിച്ചു. കുറേ പോകണമല്ലോ എവിടെയെങ്കിലും കാണാൻ. അതുകൊണ്ട് ഞങ്ങൾ കുറേ നേരം ഇങ്ങനെയായിരുന്നു. പിന്നെ അതേ കുറേ നേരം DJ ഉണ്ടായിരുന്നു. കുറേ നേരം നല്ല തണുപ്പുണ്ട് സമയമുണ്ട്. അതെല്ലാം ഞാൻ ജാക്കറ്റില്ല കേട്ടോ. ഡാൻസ് കളിക്കുന്ന സമയമായി. അതായത് നേരെ കേൾക്കാൻ കുറേ നേരം ഞങ്ങൾ ഡാൻസ് കളിച്ചു കളിച്ചു. ഇത്രയുള്ള വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്തിട്ട് ഓൾ ഓപ്ഷൻ കൊടുത്താൽ ഇങ്ങനെ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പോൾ ഇത്രയുള്ള കേട്ടോ. Day 2 അടുത്ത വീഡിയോയിൽ വരുന്നുണ്ട്.